അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. തിരുവിതാംകൂറിലെ 47 ഗ്രന്ഥശാലകൾ പങ്കെടുത്ത ആ സമ്മേളനത്തിലാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിന് തുടക്കം കുറിക്കുന്നത്. ആ മഹത്തായ ദിനത്തിലാണ് ശ്രീ PN പണിക്കർ ഫൗണ്ടേഷൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈബ്രറീസ് ആസ് നോളജ് ഹബ് എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. വൈജ്ഞാനിക കാലഘട്ടത്തിൽ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനും ഗ്രന്ഥശാലകളെ സമൂഹത്തിൻ്റെ വൈജ്ഞാനിക കേന്ദ്രങ്ങളാക്കി മാറ്റുവാനും ഈ ദേശീയ സെമിനാർ തുടക്കമാകും. 78ാമത് ഗ്രന്ഥശാല ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. അധ്യക്ഷപദം അലങ്കരിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവറുകളെയും ഈ സമ്മേളന വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ാമത് ഗ്രന്ഥശാല ദിനാചരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ PN പണിക്കർ വിജ്ഞാന വികാസ് കേന്ദ്രയുടെ ചെയർമാനുമായ ശ്രീ ശിവൻകുട്ടി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ശ്രീ N ബാലഗോപാൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ശ്രീ വിദ്യാഭ്യാസ മന്ത്രി, കേരള വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി, അദ്ദേഹം ഞങ്ങളുടെ PN പണിക്കർ വിജ്ഞാന വികാസ് കേന്ദ്രയുടെ ചെയർമാനും കൂടാണ്. ഞങ്ങളുടെ ചെയർമാൻ നമ്മുടെ ശ്രീ പന്ന്യൻ രവീന്ദ്രൻജി, ശ്രീ ഡോക്ടർ ഷഡറാഖ്, ഡോക്ടർ ഗീതാജി, രാജഗോപാൽ നയിച്ച അദ്ദേഹം നമ്മുടെ മൂന്നേട്ടൻ്റെ മരണാനന്തര കുട്ടികൾക്ക് വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നൊരു സുദിനം കൂടാണ്. ഗ്രന്ഥശാലാ ദിനം എല്ലാവർക്കും അറിയാം, ജനുവരി 1 സെപ്റ്റംബർ 14 47 ഗ്രന്ഥശാലകളെ കൂട്ടിയിടക്കി PN പണിക്കർ നേതൃത്വത്തിൽ കേരളത്തിലെ സംഘടിത ഗ്രന്ഥശാലാ സംഘത്തിന് രൂപം കൊടുത്തു. അത് വളർന്ന് ഇന്ന് 10,000-ത്തോളം ലൈബ്രറികളായി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 5,800 ലൈബ്രറികൾ അദ്ദേഹം കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും, അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഗ്രന്ഥശാല ഇല്ലാത്ത ഗ്രാമങ്ങൾ ഉണ്ടാകരുന്നതാണ്. അതൊക്കെ ഉപരി ഇന്നൊരു പ്രത്യേകതയും കൂടെ. ഗ്രന്ഥശാലാ ദിനങ്ങൾ ഇത്രയും ആദരിച്ചെങ്കിലും ഒരു 20 കൊല്ലമായുള്ളൂ ഗ്രന്ഥശാല ദിനം ആദരിക്കാൻ. അത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കരുതുന്ന ശ്രീ IV ദാസിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണ് ഈ ദിനമായി പ്രഖ്യാപിച്ചത്. സർക്കാർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. അപ്പോൾ ഇത്രയും നടന്നിട്ടും ഒരു മുഖ്യമന്ത്രി ഈ ഗ്രന്ഥശാലാ ദിനത്തിൽ വന്ന് പങ്കെടുത്ത് ഈ ഗ്രന്ഥശാല പ്രവർത്തകരെയും മറ്റുള്ള സാധാരണക്കാരെയും വായനയിൽ കൂടെ വളർത്തുവാൻ ആദ്യമായി എത്തിയ ശ്രീ പിണറായി വിജയൻ സഖാവിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ പറയാൻ കാരണമുണ്ട്. അദ്ദേഹത്തെ പറയാൻ കാരണം ഞാൻ കൂടെ പറയാൻ കാരണം എനിക്ക് ഈ വായനാദിന മാസാചരണത്തിൻ്റെ ഭാഗമായി എൻ്റെ വായന പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനൊരു യോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പോകുമ്പോഴത്തേക്കും അവിടെല്ലാം ശ്രീ പിണറായി വിജയൻ ചോദിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്രാന്തദർശനം, ആ വിഷൻ എല്ലാവർക്കും അറിയാം. കാരണം കേരളം ഇന്ന് എല്ലാത്തിലും മുന്നിലാണ്. നമ്മുടെ അതിദരിദ്രരായ അതിദരിദ്രരില്ല നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് 3 മാസം റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിലാണ് ഏതാണ്ട് 5% 3%. അത് അദ്ദേഹത്തിൻ്റെ പിടിക്കുന്നു. തുറത്തിൽ പറയാണ് 0.7 അതിദരിദ്രർ ഉള്ള കേരളം. അത് മാറ്റി അദ്ദേഹം വലിയ അഭിമാനമുണ്ട് സാർ അങ്ങനെയുള്ള കാലത്ത്. പറയാൻ കാരണം ഞാൻ പലത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വികസന തന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കേരളത്തിലെ ഡെവലപ്മെൻറ്റ് ഗുരുവാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഡെവലപ്മെൻറ്റ് ഗുരു എന്ന് പറഞ്ഞു. കാരണം ഇത്രയും വികസനത്തിന് വേണ്ടി
എന്ത് വിവാദങ്ങളുണ്ടായാലും അദ്ദേഹം അതൊക്കെ ആ വിവാദങ്ങളെയൊക്കെ അദ്ദേഹത്തിൻ്റെ അനുകൂല വാദങ്ങളായി മാറ്റി അത് യാഥാർത്ഥ്യമാക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്. അദ്ദേഹത്തെ കാരണം ജനങ്ങളെ സേവിക്കുക. കാരണം വിദ്യാഭ്യാസം, പിന്നെ ഈ വായന വളർത്തുവാൻ അദ്ദേഹം PN പണിക്കരെ ഒരുപാട് സഹായിച്ചിരുന്നു. അന്ന് അദ്ദേഹം പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അതിന് മുമ്പ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിനെ സഹായിക്കാൻ അത് എപ്പോഴും മുൻപിലാണ് അദ്ദേഹം. കാരണം വായന അദ്ദേഹത്തിൻ്റെ ഒരു ഹരവും കൂടാണ്. വായിച്ചാലേ വളരെയുള്ളൂ. കാരണം നമ്മുടെ പിന്നെ PN പണിക്കർ പറഞ്ഞു നടന്നു. ഇപ്പോൾ അത് നമ്മുടെ മഹാനായ പോപ്പ് പറഞ്ഞു, ലോകത്തിലെ ദാരിദ്ര്യത്തിൻ്റെ മുഖ്യ ഹേതു അറിവില്ലായ്മയാണ് ദാരിദ്ര്യത്തിൻ്റെ മുഖ്യ ഹേതു. അപ്പോൾ അറിവ് വളർത്തുവാൻ വായന വേണം. വായനച്ചാൽ മാത്രമേ അറിവുണ്ടാകുള്ളൂ. അറിവിലൂടെ നമ്മുടെ ദാരിദ്ര്യം മാറ്റുന്നതോടൊപ്പം അന്ന് ചോദിക്കുമായിരുന്നു, പണിക്കർ സാറ് പറയുമായിരുന്നു, വിശക്കുന്നവനെ പുസ്തകം കയ്യിലെടുക്കൂ. വിശക്കുന്നവൻ കേരളത്തിൽ പുസ്തകം കയ്യിലെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആശിക്കുന്ന ദരിദ്രരേക്ക് താഴെയുള്ളവരെ കൂടെ മുമ്പിൽ നമ്മുടെ മുൻവശയിൽ കൊണ്ടുപോകാൻ വന്നു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം എടുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡെവലപ്മെൻറ്റ് ഗുരു എന്ന് പറയാൻ കാരണം ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് അവരെല്ലാം പിന്നെ ശ്ലാഘിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 7 കൊല്ലമായി അദ്ദേഹം ജനങ്ങളുടെ കാര്യം, ജനങ്ങളുടെ വികസനം സാധാരണക്കാരിലെത്തിക്കാൻ വേണ്ടിയുള്ള സകല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മുൻപിലെത്തുന്നു. അപ്പോൾ സാർ, ഞങ്ങളിപ്പോൾ ഒരു ചെറിയ അങ്ങേക്കറിയാം അങ്ങ് ചെയ്യുന്ന അദ്ദേഹം നോളജ് മിഷൻ ആക്ടിവിറ്റീസ്, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ക്രിയേഷൻ ഓഫ് നോളജ് സൊസൈറ്റീസ് ഞങ്ങൾ 8 മുതൽ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വളരെ ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം പ്രത്യേക പ്രാധാന്യം കൊടുക്കുകയാണ്. കാരണം ഇനി ലോകത്ത് വളരണമെങ്കിൽ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസും നോളജ് ബേസ്ഡ് എക്കോണമിയും നോളജ് സൊസൈറ്റീസും വരണം. അത് അദ്ദേഹം മനസ്സിൽ കണ്ടു കഴിഞ്ഞു. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് സാർ ഞങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈബ്രറീസ്, നോളജ് ഹബ്, നോളജ് സെൻറ്റേഴ്സൊക്കെ അവിടെ ഈ ലൈബ്രറികളിൽ എല്ലാ ഫെസിലിറ്റീസും എല്ലാ സേവനങ്ങൾക്കും ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു കേന്ദ്രമായി മാറാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമാണ് സാർ ഞങ്ങൾ നടത്തുന്നത്. അത് കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ടെലിമെഡിക്കൽ സെൻ്ററാകും, ഈ കൃഷിയുടെ സെൻ്ററാകും, വായനയുടെ സെൻ്ററാകും, വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ കാര്യവും ഞങ്ങൾ പറയുന്നത് അവിടെ പറയും. ഞങ്ങൾ ഡിജിറ്റൽ ഡിസൈൻ നടത്തുന്ന ഞങ്ങൾ പറയുന്നത് പഠിക്കാൻ ദാഹമുണ്ടെങ്കിൽ അവന് ഡിജിറ്റൽ സ്കില്ലും ഉണ്ടെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവനും അവന് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഇതാണ് നമ്മുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവൻ പഠിച്ച് അവന് ഡിപ്ലോമയും സർട്ടിഫിക്കറ്റും ഡിഗ്രിയും ഡോക്ടറേറ്റും എന്ന് വേണ്ട ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനും അവൻ പ്രാക്ടീസ് ചെയ്തവൻ സ്വയം തൊഴിൽ കണ്ടെത്തി ഈ അവൻ്റെ സമൂഹത്തെയും അവൻ്റെ രാജ്യത്തെയും അവൻ്റെ സുഹൃത്ത് എല്ലാവരെയും വളർത്തുവാൻ സാധിക്കുന്നു. അതാണ് നമ്മുടെ മുഖ്യമന്ത്രിയും പറയുന്നത്. അദ്ദേഹം എപ്പോഴും പറയുന്നത് പാവപ്പെട്ടവരെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെ ഇത് വേണോ ഞങ്ങളുടെ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഡിബേറ്റ് ഉണ്ടാക്കൽ ഞങ്ങളുടെ ചിലവേണ്ടി പറഞ്ഞ് നമുക്ക് മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ട് അദ്ദേഹം വിളിച്ചു. അദ്ദേഹത്തിന് ആ മനസ്സാണ്, വായനയ്ക്കാനുള്ള മനസ്സ്, സാധാരണക്കാരനെ വായനയിലൂടെ വളർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചോദി വന്നത്. കാരണം അവിടെ എന്താ പറയുന്നത്, അസംബ്ലിയിൽ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എങ്കിലും അതൊക്കെ വിട്ട് അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് സ്വാഗത പ്രസംഗം കൂടുതൽ പോയാൽ അദ്ദേഹം വളരെ അസ്വസ്ഥനാവും. ഞാൻ പിന്നെ പൂർവ്വം ഇതിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു സാർ. അധ്യക്ഷൻ ഞങ്ങളുടെ ചെയർമാൻ കൂടിയാണ്. അധ്യക്ഷനെ കുറിച്ച് കാര്യം പറയാം. അങ്ങോട്ട് അറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹി പോയപ്പോൾ അവിടുത്തെ ഡൽഹിക്കാരെല്ലാം കൂടെ വന്ന് എൻ്റെ കൈ ഷേക്ക് ചെയ്തു. എന്താ ഞാൻ അവർ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ അവർ പറഞ്ഞു എന്താ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, യെസ്, നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അഭയഗംഗ, വാട്ട് ഇസ് എ പ്രോജക്റ്റ്, ന്യൂ പ്രോജക്റ്റ് ഹാസ് ഇൻകം ടു മേക്ക് ലൈബ്രറീസ് മോർ സ്ട്രോങ്ങർ. ആ സ്കീമിൽ 10 കോടി രൂപ കൊടുത്തു കേരളത്തിന്. കേരളം മാത്രമേ 98% ചെലവഴിച്ചുള്ളൂ. ആനയുടെ വസന്തം 98 അവിടെ ഗവൺമെൻറ്
98% അദ്ദേഹം വിനിയോഗിച്ചു. കാരണം അദ്ദേഹം നമ്മുടെ വായനയുടെ ആചാരനായ പി എൻ പണിക്കരുടെയൊക്കെ ആത്മസുഹൃത്തുക്കളായിരുന്ന എൻ്റെയും വലിയ വഴികാട്ടിയായിരുന്ന പി ഗോവിന്ദപിള്ള സാറിൻ്റെ മരുമകനും കൂടാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഗോവിന്ദപിള്ള സാറിൻ്റെ കൂടെ. അതുകൊണ്ട് വായിക്കാനുള്ള അദ്ദേഹത്തിന് പറയാം, മറ്റുള്ളവരെ വായിപ്പിക്കാനുള്ള, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ എല്ലായിടത്തും വലിയ സന്തോഷമാണ്. മറ്റു സ്റ്റേറ്റുകൾക്കും ഇതേപോലെ ഞാൻ ചോദിച്ചു, ഇനിയും ഞങ്ങൾക്ക് പൈസ തരാം, നല്ല പ്രപ്പോസൽ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് മേടിക്കണം സാർ, മേടിച്ചെടുക്കണം സാർ, കേരളത്തിലേക്ക് അർഹതല്ല പെർഫോമൻസ് റിസർച്ച് നമുക്ക് മേടിച്ചെടുക്കണം സാർ. അദ്ദേഹത്തെ ഞാൻ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ചേർന്ന നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ പങ്കിൻ്റെ ഇതിൻ്റെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുക. പക്ഷേ എല്ലാം മറവിലാണെന്നേ ഉള്ളൂ. എല്ലാത്തിൻ്റെ ഞങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ഏത് അർദ്ധരാത്രിയിലും അദ്ദേഹത്തെ പോയി ഞാൻ സ്കൂട്ടറിൽ പോയി വിളിച്ചാലും വരും. അതാണ് അദ്ദേഹത്തിന് ഒരു പത്രാസുമില്ല. അദ്ദേഹത്തിന് യാതൊരു പത്രാസുമില്ല. എപ്പോഴും ഏത് രാത്രിയിലും പോയി പറഞ്ഞു, സാർ നമ്മുടെ എവിടെ പോകണം, വരൂ, ആരെ കാണാൻ വരൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ, എനിക്ക് തോന്നുന്നത് കണ്ണൂർക്കാരുടെ ഒരു ഗുണമാണെന്ന് തോന്നുന്നു. നല്ല അവരൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ജനങ്ങളെ ജനങ്ങളുടെ സേവനങ്ങളെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ സേവനം ചെയ്താക്കുന്നു. പിന്നെ ഡോക്ടർ ബി ഷെഡറാൻ, അദ്ദേഹം പിന്നെ ഗ്ലോബൽ ലൈബ്രറി എക്സ്പെർട്ടാണ്, ആഗോള ലൈബ്രറി വിദഗ്ധനാണ് ഡോക്ടർ ഷെഡറാൻ. അദ്ദേഹമാണ് ഞങ്ങൾക്ക് പി എൻ പണിക്കർ ഫൗണ്ടേഷന് നേതൃത്വം നൽകുന്ന വായനാദിനത്തിനും വായനാമ എല്ലാത്തിനും നേതൃത്വം നൽകുന്ന അദ്ദേഹത്തെ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ റീഡ് ഇന്ത്യ ഞങ്ങളുടെ അവർ റീഡ് ഇന്ത്യയുടെ കൺട്രി ഡയറക്ടറാണ്. വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് ഇതിനെ ചെയ്യുന്ന വായന വളർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്. 16 സ്റ്റേറ്റുകളിൽ ഞങ്ങളുടെ പാർട്ട്ണറാണ്. 16 സ്റ്റേറ്റുകൾ അവരെ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്തു. എത്തിയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 16 സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുണ്ട് സാർ. 16 സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ലൈബ്രറി എല്ലാം ലൈബ്രറി പ്രൊഫഷണൽസാണ്. പഞ്ചാബ്, ചണ്ഡീഗഡ് അവിടെയൊക്കെ വന്നിട്ടുണ്ട്. പഞ്ചാബ് അവരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹം നമ്മുടെ തൊപ്പി അദ്ദേഹം അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു അദ്ദേഹം ഇവിടെ എല്ലാം ഇതിൻ്റെ ലൈബ്രറിയെ വലിയ രീതിയിൽ മാറ്റുക എന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ അവരുടെ എത്തിയ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ മാധ്യമ സുഹൃത്തുക്കൾ, ഇവിടെ എത്തിയ മറ്റ് പോലീസ് സുഹൃത്തുക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. 78ാമത് ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിനായി കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
സഹോദരി സഹോദരന്മാരെ, 78ാമത് ഗ്രന്ഥശാല ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന ദേശീയ സെമിനാറാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ നേരത്തെ പ്രസ്താവിക്കുകയുണ്ടായി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈബ്രറീസ് ആസ് നോളജ് ഹബ്സ്. ഇതാണ് ഈ സെമിനാറിൻ്റെ വിഷയം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് സവിശേഷമായ ചരിത്രമുള്ള കേരളത്തിൻ്റെ മണ്ണിലാണ് ഇത്തരമൊരു സെമിനാർ നടക്കുന്നത്. ഇവിടെ നേരത്തെ ശ്രീ ബാലഗോപാൽ പറഞ്ഞതുപോലെ കേരളത്തെ ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി പരിവർത്തിപ്പിക്കാൻ, ആ രീതിയിലൊരു നവകേരളം സൃഷ്ടിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ സവിശേഷമായ ചരിത്രത്തോടും നാം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാവിയോടും ചേർന്ന് നിൽക്കുന്ന വിഷയമാണ് ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ നിലക്ക് നവകേരള നിർമ്മിതിക്ക് സഹായകരമാകുന്ന ചർച്ചകൾ ഈ സെമിനാറിൻ്റെ ഭാഗമായി ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഗ്രന്ഥശാല ദിനം നേരത്തെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. 1945 സെപ്റ്റംബർ 14 ശ്രീ PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം, പിന്നീടിത് തിരുവച്ചി ഗ്രന്ഥശാല സംഘമായും ഐക്യ കേരള രൂപീകരണത്തോടെ കേരള ഗ്രന്ഥശാല സംഘമായും രൂപപ്പെട്ടു. ഇതാണ് ഇന്നത്തെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ രൂപം. അത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ PN പണിക്കരെ സ്മരിച്ചുകൊണ്ട് മാത്രമേ ഈ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഈ ആപ്തവാക്യത്തിൻ്റെ മുഖ്യ ശില്പിയായിരുന്നു PN പണിക്കർ. ആ മുദ്രാവാക്യം ഗൗരവമുള്ള സന്ദേശമാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനമനസ്സുകളിൽ എത്തിക്കുന്നതിൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ അമരക്കാരെന്ന നിലയിൽ PN പണിക്കർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കേരളത്തിൽ ഇന്ന് എല്ലായിടത്തും ഗ്രന്ഥശാലകളുണ്ട്. 8,000-ലധികം എഫിലിയേറ്റഡ് ലൈബ്രറികൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇത്ര ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്ന ഒരിടം ലോകത്തിൽ തന്നെ അപൂർവമായി ഉണ്ടാകും. ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ഉയർത്തിക്കാട്ടാവുന്ന സവിശേഷതകളിൽ ഒന്നാണ് നമ്മുടെ ഗ്രന്ഥാലയങ്ങൾ. ഗ്രന്ഥശാലകൾ അറിവിൻ്റെ കലവറകളാണ്. വ്യക്തികൾ വന്ന് വായിക്കുന്ന ഇടം എന്നതിൽ നിന്ന് സമൂഹം അറിവാർജിക്കുകയും കൈമാറുകയും ചെയ്യുന്ന ഇടങ്ങളായി ഗ്രന്ഥശാലകൾ മാറണം. അതാണ് കാലം ആവശ്യപ്പെടുന്നത്. അതുതന്നെയാണ് ഈ സെമിനാറിൻ്റെ വിഷയം കൊണ്ട് അർത്ഥമാക്കുന്നത്. വായിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യനാകും. ചിന്തിക്കുന്ന മനുഷ്യർ സമൂഹത്തെയും ലോകത്തെയും പുതുക്കിപ്പണിയാനും കൂടുതൽ സുന്ദരമാക്കാനും ശ്രമിക്കും. അതിന് സഹായകരമാവണം ഗ്രന്ഥശാലകളുടെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനങ്ങൾ. പുത്തൻ സാങ്കേതിക വിദ്യയുടെ കാലത്ത് വായന മരിക്കുന്നുവെന്ന് വിലപിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ശരിയല്ല. വായന മരിക്കുകയല്ല, മാറുകയാണ് ചെയ്തത്. അതായത് ജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവതലമുറയുടെ വായനാശീലങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്.
പുസ്തകങ്ങളുടെ സ്ഥാനത്ത് ഇ ബുക്കുകളും മാഗസീനുകളുടെ സ്ഥാനത്ത് വെബ്സീനുകളും ഇടം പിടിച്ചു. അവയും വായിക്കപ്പെടുക തന്നെയാണ്. ഈ തിരിച്ചറിവോടെ സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ വായനയെ ഉൾക്കൊള്ളാനും പ്രോത്സാഹിപ്പിക്കാനും സഹായകമാകുന്ന പ്രവർത്തനങ്ങളാണ് ഗ്രന്ഥശാലകൾ നടത്തേണ്ടത്. ഇപ്പോൾ പല ഗ്രന്ഥശാലകളും ആ പ്രവർത്തനത്തിലേക്ക് മാറിക്കഴിഞ്ഞു, ഈ രീതിയിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മാത്രമേ അവയെ അക്ഷരാർത്ഥത്തിൽ നോളജ് ഹബ്ബുകളാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. കേവലം പുസ്തകം സൂക്ഷിക്കുന്ന ഇടങ്ങൾ മാത്രമായി ഗ്രന്ഥശാലകൾ ചുരുക്കപ്പെടാൻ പാടില്ല. വർത്തമാനകാലത്ത് ഗ്രന്ഥശാലകൾ ഏറ്റെടുക്കേണ്ടതായ നിരവധി പുതിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപൂർവം ചില ഗ്രന്ഥശാലകൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആ നാടുമായി ബന്ധപ്പെട്ട എല്ലാമാണ്. അത്തരത്തിലുള്ള ചില ഗ്രന്ഥശാലകളെ കേരളത്തിൽ കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മണ്ഡലങ്ങളിൽ നിരവധി പുതിയ വെല്ലുവിളികളാണ് ഉയർന്നു വരുന്നത്. നമ്മുടെ തനതായ കലാ സാംസ്കാരിക പാരമ്പര്യത്തെയും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയും ശാസ്ത്രചിന്ത പ്രചരിപ്പിച്ചും പൊതുസമൂഹത്തെ പുരോഗമന പാതയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ യഥാർത്ഥ നോളജ് ഹബ്ബുകളായി ഗ്രന്ഥാലയങ്ങൾ മാറുകയുള്ളൂ. ഇതിനെല്ലാം അനുഗുണമായി ബാലവേദികൾ സജീവമാക്കി വിദ്യാർത്ഥികളിൽ ഒരുമയുടെ സന്ദേശം നിറക്കുകയും പുതിയ കാലത്തെ വ്യാജ പ്രചരണങ്ങളെ തിരിച്ചറിയാൻ പാകത്തിലുള്ള മാധ്യമ സാക്ഷരത സമൂഹത്തിന് പകർന്ന് നൽകുകയും വേണ്ടതായിട്ടുണ്ട്. കാലത്തിനനുയോജ്യമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഗ്രന്ഥശാല ദിനാചരണം ഉപകരിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥശാല ദിനാഘോഷത്തിൻ്റെ 78ാമത് വർഷമാണിത്. ആ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സെമിനാർ നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി സാർ. കേരളമാകെ വായനാദിന മാസാചരണക്കാലം നടത്തിയ ക്വിസ് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി 1 ലക്ഷം രൂപ പ്രൈസ് മണിയുള്ള ക്വിസ് പ്രോഗ്രാം ഇപ്പം ഇന്ന് എൻ്റെ ഫൈനൽ ഡേ ആയിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പത്തനംതിട്ട ജില്ലയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് പിന്നെ കൊല്ലം ജില്ലയ്ക്കാണ്. തേർഡ് പ്രൈസ് പാലക്കാട് ജില്ലയ്ക്കാണ്. അവരെയും കൂടെ മുഖ്യമന്ത്രി ഒന്ന് അനുഗ്രഹിക്കണമെന്ന് മാത്രം പുസ്തകം കൊടുത്തു. സർട്ടിഫിക്കറ്റ് പുസ്തകം സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി. പുസ്തകം കൊടുക്കണ്ട. 50% പുസ്തകവും 50%. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിനായി 1ാം സ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ നിരഞ്ജൻ ആൻഡ് ദേവിക സുരേഷ്. ₹10,000 ക്യാഷ് അവാർഡും 10,000 രൂപയുടെ ബുക്കുമാണ് 1ാം സമ്മാനം. 2ാം സമ്മാനം കൊല്ലം ജില്ലയിലെ അഭിഷേക് അഫിനസ്. ₹7,500 ക്യാഷ് പ്രൈസും 7,500 രൂപയുടെ പുസ്തകങ്ങളുമാണ് 2ാം സമ്മാനം. മൂന്നാം സ്ഥാനം പാലക്കാട് ജില്ലയിലെ ശ്രീജിത്ത് ആൻഡ് അഭിനവ്. 5,000 രൂപയുടെ ക്യാഷ് അവാർഡും 5,000 രൂപയുടെ പുസ്തകവുമാണ് 3ാം സമ്മാനം.
ദിനം ശക്തമായി വളരെ ഗംഭീരമായി പ്രൗഢഗംഭീരമായി നടത്തിയ 2 ജില്ലകളുണ്ട്, കണ്ണൂർ ജില്ലയും ആലപ്പുഴ ജില്ലയും. അവരുടെ ആ സാരഥികൾ ശ്രീ കാരയിൽ സുകുമാരനെയും ശ്രീ ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് പ്രതാപനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻഫർമേഷൻ ഓഫീസറുണ്ട് ബെൻസിലല്ലേ, അദ്ദേഹത്തിന് എന്തോ അസുഖമായതുകൊണ്ട് എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിലേക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവറുകളെ സാദരം ക്ഷണിച്ചു. 78ാമത് ലൈബ്രറി ദിനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിൻ്റെതായ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. നാം എന്നും ആവേശത്തോടുകൂടി പറയുന്ന നവോത്ഥാന നായകരും നവോത്ഥാന പ്രസ്ഥാനങ്ങളും കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഓരോ പ്രദേശത്തും ഗ്രന്ഥാലയങ്ങൾ ഒരു നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ ഗ്രന്ഥശാലകളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. മതേതരത്വം, ഭരണഘടനാ സംവിധാനങ്ങളെ സംരക്ഷിക്കൽ, മനുഷ്യസ്നേഹം, സൗഹാർദ്ദം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം ഉള്ള ഒരു കാലഘട്ടമാണ്. ആ പ്രാധാന്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള പുരോഗമന ചിന്താഗതിയായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തും ഒരു ദിവസം ഒരു ഗ്രന്ഥശാലയിൽ നിന്ന് 50 പേരെങ്കിലും 50 പുസ്തകം എടുത്താൽ 50 വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ആൾക്കാർ മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടാകും. PN പണിക്കർ സാറിനെ പോലുള്ള ആൾക്കാർ കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് ഉള്ള മിച്ചം അതാണ്. ഇവിടുത്തെ ഈ സെമിനാറിൽ യഥാർത്ഥത്തിൽ നിന്ന് പങ്കെടുക്കേണ്ടത് എൻ്റെയും കൂടെ കുഴപ്പമാണ്. നിയമസഭ ആയതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലം അതിൻ്റെ തിരക്കിലാണ്. ഇപ്പോഴും നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി നമ്മുടെ കുട്ടികളാവണം, സ്റ്റുഡൻസ്. കുട്ടികളാണല്ലോ വായിക്കേണ്ടത്, ചരിത്രം പഠിക്കേണ്ട കുട്ടികളാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രായം ചെന്നവരും ചരിത്രം പഠിക്കണം, എന്നാലും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് കുട്ടികൾക്കാണ്. കാരണം ചരിത്രത്തെ മാറ്റിയെഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പാഠപുസ്തകം NCERT തയ്യാറാക്കിയതിൽ ഒരുപാട് ചരിത്ര സത്യങ്ങളെ മാറ്റുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. കേരളം ആ കാര്യത്തിലൊരു തീരുമാനം കൈക്കൊണ്ടു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, മഹാത്മാഗാന്ധിയുടെ വധം, മുഗൾ രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഗുജറാത്ത് കലാപം, അങ്ങനെയൊക്കെ ഒരു ശാസ്ത്രസത്യങ്ങൾ ഒക്കെ ഉണ്ട്. അതെല്ലാം കുട്ടികൾ പഠിച്ചിരിക്കുകയുണ്ട്. ഞാനീ പറഞ്ഞ കാര്യങ്ങളിലെ പാഠം അത് വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളം NCERT ഒഴിവാക്കപ്പെട്ട മുഴുവൻ പാഠപുസ്തകങ്ങളും ചേർത്തുകൊണ്ട് പുതിയ പാഠപുസ്തകം അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ പാഠപുസ്തകം പ്രസിദ്ധീകരിച്ചത്. വെറുതെ പ്രസിദ്ധീകരിക്കുകയല്ല, പഠിച്ച് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി മാർക്ക് കിട്ടുന്ന പാഠപുസ്തകമായി മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങളൊരു കാര്യം, ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണല്ലോ വായിക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ ഹയർ സെക്കൻഡറി വരെ ഉള്ള കണക്ക് ഞാൻ പറഞ്ഞാൽ 47 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. കുട്ടികളും പഠിക്കണം, സാറന്മാരും പഠിക്കണം, വായിക്കണം. ഇത് രണ്ടോ കുട്ടികളും വായിച്ചാലേ മതിയാവും. അപ്പോൾ നേരത്തെ ഒരു വായനയുടെ വസന്തത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. 10 കോടി രൂപയുടെ പുസ്തകങ്ങൾ ഞങ്ങൾ ലൈബ്രറിക്ക് കൊടുത്തു. ഇനിയും കൊടുക്കാൻ പ്രശ്നമില്ല. പക്ഷേ ലൈബ്രറിയിൽ അത് പരിപാലിക്കുകയും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യേണ്ട ചുമതല അധ്യാപകരായിട്ട് എടുത്താലേ പറ്റുള്ളൂ. കൊടുക്കുന്നുണ്ടോ? ഏറ്റവും വേറൊരു വിഷയമാണ് ലൈബ്രറിമാരെ നിയമിക്കുക. അപ്പോൾ സാറുമാരുടെ ലൈബ്രറിയിലായാലും വലിയ പ്രശ്നമൊന്നുമില്ല. ആയിക്കോട്ടെ, അതൊരു വേറൊരു വിഷയമാണ്. നമ്മളിപ്പം ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ വായിക്കണമെങ്കിൽ ലൈബ്രറിയനോ ടീച്ചറോ മാത്രം ഉണ്ടാകേണ്ടോ മാത്രം വായിക്കില്ല. കുട്ടികൾക്ക് അതിനു വേണ്ടിയുള്ള പ്രേരണ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പ്രേരണ ഉണ്ടാവണമെങ്കിൽ ഒരു പ്രോജക്റ്റ് വർക്കിൻ്റെ ഭാഗമായി വായന മാറണം. മാർക്ക് കിട്ടുന്ന പ്രോജക്റ്റ് വർക്കിൻ്റെ ഭാഗമായി വായന മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന പുസ്തകങ്ങളിലാണ് ഒരു കുട്ടിയുടെ പ്രോജക്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് 5 മാർക്കോ 10 മാർക്കോ കിട്ടുമെന്ന് പറയുമ്പോൾ അത് വായിച്ച് അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വരും. അതിനെ സംബന്ധിച്ചോളം വളരെ ഗൗരവമായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറിമാർക്കൊന്നും ഞാൻ എതിരില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് വിചാരിച്ചിട്ട്. കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് മുഴുവൻ സ്കൂളുകളിലും ലൈബ്രറിമാരെ നിയമിക്കുന്ന കാര്യം വിഷമമായിരിക്കും. എങ്കിലും നമുക്ക് PSC ലിസ്റ്റിലുള്ളവരും ലൈബ്രറി രംഗത്ത് സേവനം നടത്തുന്നവരുമൊക്കെ തന്നെ അവരെ പരിഗണിക്കപ്പെടേണ്ട കാര്യവുമുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. കേരളം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ്. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഒറ്റയ്ക്കാണ്, വെള്ളം കുടിക്കുന്നെങ്കിൽ ഒറ്റയ്ക്കാണ്, ചോറുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ്, പഠിക്കുന്നെങ്കിൽ ഒറ്റയ്ക്കാണ്, ഉച്ചക്കഞ്ഞി കൊടുക്കുന്നെങ്കിൽ ഒറ്റയ്ക്കാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം കൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെല്ലാം പരിഹാരം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലൈബ്രറിയന്മാരുടെ പ്രശ്നത്തിനും പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ ഞങ്ങളൊന്നും ഒരു ജീവനക്കാരുടെ തൊഴിലാളി വിരുദ്ധ നിലപാടെടുക്കുന്നവരല്ല. പക്ഷെ സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടുള്ള ഒരു പ്രശ്നം മാത്രം ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും നമ്മളെല്ലാവരും പരിശോധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ. ഈ 10 കോടി രൂപയുടെ പുസ്തകം വാങ്ങിക്കൊടുത്തു. ലൈബ്രറിമാർ ഒരു പക്ഷേ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നതിനുവേണ്ടി ഇല്ലാത്തതിൻ്റെ കുറവുണ്ടാവുമായിരിക്കാം. പക്ഷെ അതൊന്നും ഞാനൊരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ എല്ലാ സ്ഥലത്തും വേണ്ട രൂപത്തിലൊന്നും ഉപയോഗിച്ച് കണ്ടതായിട്ട് തോന്നുന്നില്ല. നമുക്ക് അതിനൊക്കെ തന്നെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പബ്ലിക് ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറികൾ, പിന്നെ സ്റ്റേറ്റ് ലൈബ്രറി എല്ലാം ഒരുപാട് ലൈബ്രറികളുണ്ട്. ആ ലൈബ്രറികളിലൊക്കെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൂടി നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും വരുത്തുകയും ഒക്കെ ചെയ്യുകയും വായിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സാഹചര്യം തന്നെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് ലൈബ്രറിയനും അവിടുത്തെ സ്റ്റാഫ് മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല, സമൂഹം മൊത്തം വിചാരിച്ചുകൊണ്ട് മാത്രമേ ആ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ദിനം ഇത്ര നന്നായി 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നന്നായി നടത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ശ്രീ ബാലഗോപാല സാറിനെയും
പന്നിയ രവീന്ദ്രനെ അടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാനും കൂടെ നിന്നുകൊണ്ട് നടത്തേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് സംഭവിക്കാത്തതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. നന്ദി സർ. ഞാനും പോകും, ദിവസം നടക്കുന്ന സമയമാണ്. ആശംസകൾ അറിയിക്കുന്നതിനേക്കായി ഡോക്ടർ ബി ഷഡ്രക്, ആഗോള ലൈബ്രറി വിദഗ്ധൻ, ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഫോട്ടോ